ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് തിരിച്ചടികളുടെ സമയമാണ്. തുടർ തോൽവികളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഒരുപാട് തോൽവികൾ ഇതിനോടകം തന്നെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ തുലാസിലാണ്. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത നേടണമെങ്കിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടി വന്നേക്കും. കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരു FC-യോടും കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിച്ച മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. മധ്യനിരയിലെ മലയാളി താരമായ വിപിൻ മോഹനന് പരിക്കേൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിക്കിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് അദ്ദേഹം ബംഗളൂരുവിൽ നിന്നും തിരികെ കൊച്ചിയിലേക്ക് എത്തിയത് വീൽ ചെയറിലാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നടക്കാൻ പോലും താരത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. താരത്തിൻ്റെ പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. MRI സ്കാനിങ്ങിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും വിപിൻ മോഹനൻ കുറച്ചു കാലം പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നതാണ്. മധ്യനിരയിൽ മോശമല്ലാത്ത പ്രകടനം നടത്തുന്ന ഒരു താരമാണ് വിപിൻ. അദ്ദേഹത്തിൻ്റെ അഭാവം തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഒരു കൃത്യമായ ബാക്കപ്പ് അദ്ദേഹത്തിനില്ല എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിപിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഡാനിഷ് ഫറൂഖ് ആയിരുന്നു ഇറങ്ങിയിരുന്നത്. ഏതായാലും അടുത്ത മത്സരത്തിൽ വിപിൻ മോഹനൻ കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.